ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 34-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എത്ര അർത്ഥവത്തായ പരിശുദ്ധമായ വചനമാണിത്. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെയും കഠിനമായ ഞെരുക്കത്തിൻ്റെയും നാളുകളിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവ പരിപാലന നമ്മോട് പങ്കുവെക്കുകയാണ്. ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ, അവിടുത്തെ ഭയപ്പെടുന്നവോ, അവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണമേ. ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളിൽ നമ്മൾ ദിനംതോറും വിശ്വസിച്ച് വളരുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതമായി മാറുന്നത്. നമ്മളിന്ന് അനേകർ അസംതൃപ്തരാണ്. പലവിധ പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്നവരും മാനസികമായി മുറിവേറ്റവരുമാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം, എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രോമീസിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ചങ്കുറപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. ഈ പരാജയമാണ് നമ്മുടെ ദുഃഖത്തിൻ്റെയും വിഷാദത്തിൻ്റെയും നിരാശയുടെയും അടിസ്ഥാന കാരണം. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ പ്രോമീസിൽ വിശ്വസിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും നമ്മെ അലട്ടുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് കരുതുന്ന ദൈവമാണ്. യഹോവ ജൈറെ. ഏത് നേരത്തും ഏത് പ്രതിസന്ധിയിലും നമ്മെ പരിപാലിക്കുവാൻ സർവശക്തനായ ദൈവമാണ് കർത്താവായ യേശു. പൂർണ്ണമായും അവിടുത്തെ വചനങ്ങളിൽ ആശ്രയിക്കുക. എല്ലാ പ്രയാസങ്ങളും, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ ജോലി, ഭൗതികമായ ആവശ്യങ്ങൾ, ആത്മീയമായ ആവശ്യങ്ങൾ എല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുക. കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ആനന്ദിക്കുവാൻ, ആശ്വസിക്കുവാൻ ദൈവജനത്തിന് കഴിയണം. നമ്മളായിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഏത് നേരത്തും ഏത് കാലത്തും ഞങ്ങളെ പരിപാലിക്കുവാൻ കരുതുവാൻ അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ദിനംതോറും വിശ്വസിച്ച് വളരുവാൻ കൃപ നൽകണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവ പരിപാലനയിൽ എപ്പോഴും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയുകയാണ്. നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ മനസ്സാണിത്. എൻ്റെ സഹോദര സഹോദരി, നീ ആകുലപ്പെടരുത്. ആകുലപ്പെടാൻ 100 വിഷയങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ കർത്താവിന്റെ റൂഹ നമുക്ക് തരുന്ന പ്രവചനം എന്താണ്? നമ്മെ കരുതുന്ന കർത്താവ് ഏത് സാഹചര്യത്തിലും നമ്മെ പരിപാലിക്കുവാൻ ശക്തനായ ദൈവം. ആ കരങ്ങളിൽ നമ്മളെല്ലാം സുരക്ഷിതരാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ പ്രത്യാശ പറയാം. കലത്തിലെ മാവ് തീരില്ല,
ഭരണിയിൽ എണ്ണ പറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, കർത്താവ് തരുന്ന പ്രോമിസ. എണ്ണ പറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള കർത്താവിന്റെ പ്രോമിസ്. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. വാഗ്ദാനങ്ങൾ മാറില്ല, മാറ്റമില്ലാത്ത കർത്താവ്, വിശ്വസ്തനായ കർത്താവ്. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ പ്രോമിസ് വിശ്വസിക്കുന്നു, ഈ പ്രോമിസ് വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്ന കർത്താവേ, ഇരു കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ വിളിച്ച ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തനായ കർത്താവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഇവിടുത്തെ പ്രോമിസിൽ വിശ്വസിക്കുന്നു. ഏത് നേരത്തും ഞങ്ങളെ പരിപാലിക്കുവാൻ, ഏത് കാലത്തും ഞങ്ങളെ കരുതുവാൻ അങ്ങ് സർവശക്തനും സർവാധിപനുമാണെന്ന് ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കഠിന ക്ഷാമത്തിന്റെ നാളുകളിലും ക്ലേശത്തിന്റെ ദിനങ്ങളിലും ഞങ്ങളെ പോറ്റുവാൻ കഴിയുന്ന കർത്താവേ, പരിപാലിക്കുവാൻ ശക്തനായ കർത്താവേ, ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. We worship Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ പറ്റില്ല. ആമേൻ, ആമേൻ കർത്താവേ. അത് വിശ്വസിച്ച് ഈ വാഗ്ദാനം കൃപയായി സ്വീകരിച്ച് എല്ലാ ആകുലതകളും മാറട്ടെ. ആമേൻ, ആമേൻ കർത്താവേ. പരിശുദ്ധ അമ്മേ, ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണമേ. ആമേൻ. വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ദിനംതോറും പരിപാലിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ റൂഹ നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണിത്. മനസ്സിൻ്റെ ഭാരങ്ങളും വിവിധങ്ങളായ ആകുലതകളാൽ കലുഷിതമായ നമ്മുടെ മാനസിക അവസ്ഥയെല്ലാം അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളെല്ലാം അണഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ദൈവ പരിപാലന ക്ഷാമത്തിൻ്റെ നാളുകളിൽ. ദൈവ പരിപാലന ക്ഷാമത്തിൻ്റെ നാളുകളിൽ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വല്ലാത്ത ഒരു കാലഘട്ടമാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, വിവിധങ്ങളായ ഞെരുക്കങ്ങൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. ഓരോ ദിനവും നമ്മൾ പലവിധ വിഷയങ്ങളെ പ്രതി വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് വലിയ സാമ്പത്തിക തകർച്ചകൾ, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇന്ന് ഒത്തിരിയേറെ ജീവിതങ്ങൾ പോകുന്നു. ജീവിക്കാൻ പോലും വഴിയില്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. പലപ്പോഴും ഓരോ ദിവസവും പലരും എന്നെ വിളിക്കാറുണ്ട്. ആ വിളി കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. പലപ്പോഴും നിസ്സഹായമായൊരവസ്ഥ. കർത്താവേ, ഞങ്ങളുടെ ജനം എന്തുമാത്രം ആവശ്യത്തിലാണ്. കർത്താവിൻ്റെ ജനം ഇന്ന് വലിയ ദുരിതത്തിലാണ്, കഷ്ടതയിലാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ കാരണം?
തകർച്ചയുടെയും പ്രതികൂലങ്ങളുടെയും വിവിധങ്ങളായ കൊടിയ ദുരിതങ്ങളുടെയും നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തികമായ തകർച്ച, കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, രാഷ്ട്രീയമായ മേഖലയിൽ വരുന്ന വിനാശങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ, സഭയിലും പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ എന്നു വേണ്ട, നമ്മളെല്ലാ വിധത്തിലും വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇത് നമ്മെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാലത്തെ ദൈവജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ദൈവപരിപാലന ക്ഷാമത്തിൻ്റെ നാളുകളിൽ എനിക്കറിയാം ഈ ശുശ്രൂഷയിൽ ഒരുപാട് ജീവിതങ്ങൾ മാനസികമായി തകർന്നിരിപ്പുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ഒരുപാട് നീറുന്ന നൊമ്പരങ്ങളുമായി ദൈവസന്നിധി നിലവിളിക്കുന്ന അനേകമായിരങ്ങളെ കർത്താവിൻ്റെ കണ്ണുകൾ ഈ ശുശ്രൂഷയിൽ കാണുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ നിരാശപ്പെടേണ്ട. നമുക്ക് എപ്പോഴും പ്രത്യാശിക്കുവാൻ ദൈവമായ കർത്താവുണ്ട്. ഏത് സാഹചര്യത്തിൽ നമ്മളെ പരിപാലിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ശക്തമാണ്. അവിടുത്തെ കലവറ എന്നും സമ്പന്നമാണ്, എന്നും സമ്പന്നമാണ്. ആ കലവറയ്ക്ക് ഒരു കുറവും ഇന്നോളം വന്നിട്ടില്ല, ഇനി വരികയുമില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനം. അബ്രഹാം ആ സ്ഥലത്തിന് യാഹവീരേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്ന് വരെയും പറയപ്പെടുന്നു. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുമെന്ന് ഇന്നുവരെ പറയപ്പെടുന്നു. നിങ്ങളെല്ലാവരും ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ മലയിലാണ് കർത്താവിൻ്റെ പ്രൊവിഡൻസ്, പരിപാലനയുണ്ടാകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ദൈവപരിപാലന വ്യക്തിപരമായി, കുടുംബമായി, സമൂഹമായി നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് പറഞ്ഞെടുത്ത് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമുക്കിഷ്ടപ്പെട്ട ഇടങ്ങളിലല്ല, നമുക്കിഷ്ടപ്പെട്ട മേച്ചിൽപ്പുറങ്ങളിലല്ല, നമ്മുടേതായ കംഫർട്ട് സോണുകളിലല്ല നമ്മൾ നിൽക്കേണ്ടത്. കർത്താവിൻ്റെ മലയിൽ. കർത്താവിൻ്റെ മല ഏതാണ്? കർത്താവിൻ്റെ മല അത് ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്ലേസാണ്. കർത്താവ് നമ്മെ നിയോഗിച്ചിരിക്കുന്ന ഇടങ്ങളാണ്. അവിടെ നമ്മൾ നിലകൊള്ളണം. അവിടെ ദുരിതമുണ്ടാകാം, വേദനകളുണ്ടാകാം, അവിടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ചില സാഹചര്യങ്ങളുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിലും ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുമ്പോഴാണ് ദൈവ പരിപാലന, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കർത്താവ് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നത് നമുക്കിഷ്ടപ്പെടുന്നിടത്തല്ല, കർത്താവിൻ്റെ മലയിലാണ്. അവിടെയാണ് കർത്താവിൻ്റെ പ്രസൻസ്, അവിടെയാണ് കർത്താവിൻ്റെ പ്രൊവിഡൻസ്, അവിടെയാണ് കർത്താവിൻ്റെ നടത്തിപ്പുണ്ടാകുന്നത്. ഈ വലിയ ആത്മീയ മർമ്മം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. ആ മോറിയ മലയിൽ വെച്ച് തൻ്റെ ഏക മകനായ ഇസഹാക്കിനെ കർത്താവിനായി ബലിയർപ്പിക്കുവാൻ യാതൊരു മടിയും കാണിക്കാതെ അവൻ ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഉൽപ്പത്തിയുടെ പുസ്തകം 22:12, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഉറപ്പായി, നീ കുഞ്ഞിൻ്റെ മേൽ കൈകൾ വയ്ക്കരുത്. ഇതാ നിന്റെ മകനു പകരം ആ മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാടിനെ നീ ബലിയർപ്പിക്കുക. എത്ര മനോഹരമായിട്ടാണ് ദൈവം അബ്രഹാമിനെ കരുതുന്നത്. സഹോദരങ്ങളെ,
ഈ കരുതൽ എപ്പോഴാണ് അബ്രഹാമിന് അനുഭവിക്കാൻ കഴിഞ്ഞത്? അവൻ കർത്താവിൻ്റെ മലയിൽ, കർത്താവ് പറഞ്ഞ പൊസിഷനിൽ, കർത്താവ് ആഗ്രഹിച്ചിടത്ത് അബ്രഹാം നിന്നപ്പോഴാണ് ഈ പരിപാലന അബ്രഹാമിന് അനുഭവിക്കാൻ കഴിഞ്ഞത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ പരിപാലനം നമ്മൾക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കണം, നമ്മൾ പൊസിഷൻ തെറ്റിയിട്ടാണോ നിൽക്കുന്നത്? കർത്താവ് നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ആ പ്ലേസിലാണോ നമ്മൾ ആയിരിക്കുന്നതെന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4:19 നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി, സോഷ്യലി, ഫിനാൻഷ്യലി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ നന്മകൾ നൽകുവാൻ കർത്താവിൻ്റെ പരിപാലനയ്ക്ക് കഴിയും. സഹോദരങ്ങളെ, ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. നമുക്കാർക്കും അതിൽ സംശയം വേണ്ട. എന്നാൽ ഈ പരിപാലനം അനുഭവിക്കാൻ കഴിയുന്നത് നമ്മൾ കർത്താവിൻ്റെ മലയിലായിരിക്കുമ്പോഴാണ്, നമ്മൾ കർത്താവിൻ്റെ പ്ലാനിലായിരിക്കുമ്പോഴാണ്, നമ്മൾ കർത്താവിൻ്റെ പ്ലേസിലായിരിക്കുമ്പോഴാണ്, കർത്താവ് പറഞ്ഞ പൊസിഷനിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പ്രൊവിഡൻസിൻ്റെ പരിപാലനയുടെ കരങ്ങൾ നമുക്കായി നീട്ടപ്പെടുന്നത്. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് 34-ാം സങ്കീർത്തനം 10-ാമത്തെ വചനമാണ്. പലപ്പോഴും ഞാൻ ആ വചനം കൺഫസ് ചെയ്യാറുണ്ട്. അപ്രോമീസ്. പലവിധ ഞെരുക്കങ്ങളും, സാമ്പത്തികമായ ബാധ്യതകൾ, മാനസികമായ പീഡകൾ, ശാരീരികമായ ചില അസ്വസ്ഥതകൾ, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധങ്ങളായിട്ടുള്ള ചില പ്രതിസന്ധികൾ ഇതുമൂലം നട്ടം തിരിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പലപ്പോഴും ഏറ്റുപറയാറുള്ള പ്രോമീസാണ് 34-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരും ആ വചനം ഒന്ന് ശ്രദ്ധിക്കണമേ. നിങ്ങൾ എവിടെയായിരുന്നു ഈ വചനം കേൾക്കുന്നുവോ, ആ കേൾക്കുന്ന ഇടത്തിലായിരുന്നു നിങ്ങൾ ഒരിക്കൽ കൂടി ഈ വചനം ശ്രദ്ധിക്കുക. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞാലും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക്, ആരെല്ലാം കർത്താവിൻ്റെ പ്രോമീസിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, സിംഹക്കുട്ടികൾക്ക് ഇരകിട്ടാതെ വിശന്ന് വലയുന്ന ഒരു കാലമില്ല. സിംഹം അത്രയും ശക്തനായ മൃഗമാണ്. ആ സിംഹക്കുട്ടികൾക്ക് നല്ല സുഭിക്ഷമായ ആഹാരമാണ്. എന്നാൽ ഈ സിംഹക്കുട്ടികൾക്ക് ആഹാരം കിട്ടാത്ത കഠിനമായൊരു ക്ഷാമം, കഠിനമായ ഞെരുക്കത്തിൻ്റെ ദിനങ്ങൾ വന്നാൽ പോലും, അങ്ങനെ കഠിനമായ ക്ഷാമത്തിൻ്റെ നാളുകളിൽ പോലും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, ശ്രദ്ധിക്കണമേ, കർത്താവിൽ ഹൃദയമുറപ്പിക്കുന്നവർക്ക്, കർത്താവിൻ്റെ പ്രോമീസിൽ ദിനം തോറും വളരുന്നവർക്ക് ഒന്നിനും കുറവില്ലാതെ അവരെ പരിപാലിക്കുവാൻ ശക്തനും മതിയായവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ! നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളെയൊന്ന് ഇമോഷണലാക്കാൻ പറയല്ല, വിശ്വസിക്കണം. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ പരിപാലനയാണ് നമുക്ക് ആവശ്യം. അത് നൽകുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തരാണ്. ഹെബ്രായ പുസ്തകം 10:38 പറയുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം ജീവിക്കേണ്ട
ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശ്വാസം മൂലം ജീവിക്കേണ്ട ഒരു സമയമാണിത്. പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പല സാധ്യതകളും വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയാത്ത നാളുകൾ കടന്നു വരാൻ പോകുന്നു. ഇവിടെയെല്ലാം നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത് ബൈ ഫെയ്ത്ത്, വിശ്വാസം മൂലമാണ്. വിശ്വാസം മൂലമാണ്. ഈ വിശ്വാസത്തിൽ ദിനംതോറും വളരുവാൻ നമ്മൾ പരിശീലിക്കണം. അതിനായി ചങ്കു തുറന്ന് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞാനൊരു വചനഭാഗം പറഞ്ഞ് നമുക്ക് ഈ സെഷൻ കർത്താവിനെ സമർപ്പിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 26 നിങ്ങൾ വരണം. അവിടെ ഇസഹാക്ക് നമ്മുടെ പൂർവ്വപിതാവാണ്. ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ ഗരാറിൽ തന്നെ താമസിക്കുക. കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇസഹാക്ക് ഗരാറിൽ താമസിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 26:1 26 അധ്യായം 6 വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. ആ സമയത്ത് ആ നാട്ടിൽ വലിയ കഠിനമായൊരു ക്ഷാമം വരികയാണ്. കർത്താവ് പറഞ്ഞെടുത്ത് നിൽക്കുമ്പോൾ ക്ഷാമമുണ്ട്, സഹനമുണ്ട്, വേദനയുണ്ട്, പ്രതിസന്ധികളുണ്ട്. സംശയിക്കരുത്, ഇതെല്ലാം ഉണ്ടാവും. എന്നാൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട. ആ സാഹചര്യത്തിൽ നമ്മളെ കരുതുവാൻ കർത്താവ് കൂടെയുണ്ട്. ഉൽപ്പത്തിയുടെ ദിവസം 26:12 പറയാണ്, ആ കഠിനമായ ക്ഷാമത്തിന് നാളുകളിൽ ഇസഹാക്ക് കൃഷി ഇറക്കുകയാണ്. ബുദ്ധിയുള്ള ആരും ക്ഷാമ നാളുകളിൽ കൃഷി ഇറക്കില്ല. കർത്താവിൻ്റെ പ്രോമീസ് അനുസരിച്ച് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ കഠിന ക്ഷാമത്തിൻ്റെ സമയത്ത് ഇസഹാക്ക് കൃഷി ഇറക്കി. ആ കൊല്ലം തന്നെ 100 മേനി വിളവ് നൽകി കർത്താവ് ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ! ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ബുദ്ധി പറയും ഇമ്പോസിബിൾ, അനുഭവങ്ങൾ പറയും അസാധ്യമാണ്. അവരിവരും പറയും ഇതൊക്കെ ചുമ്മാ കഥയല്ലേ, ഇതൊക്കെ സ്റ്റോറിയല്ലേ, എന്ത് മണ്ടത്തരായി വിളിച്ചു കൂവുന്നത്. അല്ല സഹോദരങ്ങളെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തികളാണ്. ഈ ദൈവപ്രവർത്തിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് ഈ വിധം കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? അവൻ അഭിവൃദ്ധി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ദൈവപരിപാലന ക്ഷാമത്തിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ക്ഷാമം ഉണ്ടാവട്ടെ, തകർച്ചകൾ, വേദനകൾ, പ്രതിസന്ധികൾ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത വിധം നമ്മളെ ഞെരുക്കം നമ്മൾ അതുപോലെ നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. നമ്മളാകെ അസ്വസ്ഥരാണ്. സഹോദരങ്ങളെ, ഈ പ്രോമിസിൽ വിശ്വസിക്കുക. ദൈവപരിപാലന ക്ഷാമത്തിൻ്റെ നാളുകളിൽ നമ്മൾ പരിശോധിക്കേണ്ടത്, ഉറപ്പ് വരുത്തേണ്ടത് ഒരേ ഒരു കാര്യം, കർത്താവിൻ്റെ മലയിലാണോ നമ്മളായിരിക്കുന്നത്? കർത്താവ് പറഞ്ഞെടുത്താണോ നമ്മൾ നിൽക്കുന്നത്? ഇതിൽ നാം ഉറപ്പ് വരുത്തിയാൽ പരിപാലന തന്നെ വന്നുകൊള്ളും. നിങ്ങൾ വിശ്വസിക്കുക സഹോദരങ്ങളെ. എല്ലാ ഭാരങ്ങളും കർത്താവിനെ ഏൽപ്പിക്കുക. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള വചനം കൃപയായി സ്വീകരിച്ച് വിശ്വാസത്തിൽ മുന്നേറുവാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ നമ്മുടെ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ